നമസ്കാരം. ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ NoSQL ഡാറ്റാബേസ് ആണ് നോക്കുന്നത്. അതുമാണ് വിവിധ തരത്തിലുള്ള NoSQL ഡാറ്റാബേസുകൾ, പിന്നെ ഇതിൻ്റെ കോഴ്സ് സിലബസും ഇതൊക്കെ ഏതൊക്കെ മേഖലയിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഗൂഗിൾ, ആമസോൺ പോലുള്ള കമ്പനികൾ ഈ ഡാറ്റാബേസുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ലഭ്യതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 24/7 അവൈലബിലിറ്റി ആണ് എല്ലാ കമ്പനികളും നോക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മിനിറ്റോ കുറച്ച് സമയമോ ഇത് പ്രവർത്തിക്കാതിരുന്നാൽ പോലും ഈ കമ്പനികൾക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാകും. അപ്പോൾ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പാരലായിട്ട് സ്കെയിൽ ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നെറ്റ്വർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ പരാജയം പോലും പരാജയ സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, ഒരു ഗ്യാരൻറ്റിയോട് കൂടിയും അതൊരു കൃത്യമായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും നമുക്ക് ഈ ഡാറ്റാബേസ് ലഭ്യത നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പുതിയ തരം ഡാറ്റാബേസുകൾ ഉയർത്തുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ബേസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ അവൈലബിലിറ്റിയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഡൈനാമോ എന്ന് പറയുന്നത്, അതുപോലെ ഗൂഗിളിൻ്റെ ബിഗ് ടേബിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ NoSQL ഡാറ്റാബേസിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്ട്രിക്റ്റായിട്ട് നിർബന്ധമുള്ളൊരു സ്കീം ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ ACID പ്രോട്ടോക്കോൾ വളരെ കർശനമായിട്ട് പാലിക്കുന്നുണ്ടാവും. ACID ഈ NoSQL ഡാറ്റാബേസിൽ വിവിധ തരമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 4 തരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ഗ്രാഫ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുക, കീ വാല്യൂ സ്റ്റോർ ചെയ്യുക, കോളംനാർ ഡാറ്റാബേസസ്, ഇങ്ങനെയുള്ള 4 തരമാണുള്ളത്. ഇപ്പോൾ ഓരോ കാറ്റഗറി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ് സ്റ്റോഴ്സിൽ MongoDB, CouchDB, OrientDB എന്നുള്ളതൊക്കെയാണ് അതിന് ഉദാഹരണം. ഗ്രാഫ് ഡാറ്റാബേസസിന് ഉദാഹരണമാണ് Neo4j, OrientDB, Infinity Graph, FrockDB എന്നുള്ളത്. കീ വാല്യൂ സ്റ്റോഴ്സൊക്കെയാണ് Redis, Dynamo, Riak ഒക്കെ. കോളംനാർ ഡാറ്റാബേസസിന് ഉദാഹരണം ഗൂഗിളിൻ്റെ ബിഗ് ടേബിളും കാസൻഡ്രയും HBase എന്നീ സാധനങ്ങൾ. ഈ NoSQL ആവശ്യമുള്ള ജോലികളൊക്കെയാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ ആർക്കിടെക്ട്, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റാബേസ് കൺസൾട്ടൻറ്റ്, ഡാറ്റ എഞ്ചിനീയർ, ഡാറ്റാബേസ് ടെസ്റ്റർ, ഡാറ്റാബേസ് മോഡലർ, ഡാറ്റ സയൻറ്റിസ്റ്റ്, പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ. ഇവിടെയൊക്കെ NoSQL നോളജുള്ള ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ കോഴ്സ് സിലബസിൽ കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DBMS SQL കവർ ചെയ്യുന്നുണ്ട്, അതൊരു ഓവർവ്യൂ മാത്രം. പിന്നെ NoSQL ഡാറ്റാബേസിൻ്റെ വിവിധ തരത്തിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട്, അതുപോലെ ഈ NoSQL ഡാറ്റാബേസിൻ്റെ കമ്പാരിഷൻ, പിന്നെ നമ്മൾ കീ വാല്യൂ ഡാറ്റാബേസ് റിയാക്ട് വെച്ചിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഗ്രാഫിക് NoSQL ഡാറ്റാബേസ് ആയിട്ടുള്ള Neo4j, കോളം ഓറിയൻറ്റഡ് ആയിട്ടുള്ള Apache, Cassandra, ഡോക്യുമെൻ്റ് ഡാറ്റാബേസ് ആയിട്ടുള്ള MongoDB, ഇതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഈ കോഴ്സിൽ വീഡിയോസ് ഉണ്ട്, തിയറി പ്രാക്ടീസ് വീഡിയോസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ എന്താ സോഫ്റ്റ്വെയർ ടൂളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാൻഡ്സ് ഓൺ ലാബ് എക്സസൈസുകൾ, ക്യൂസ്, പ്രോജക്ട്സ് എന്നിവയാണ് ഈ കോഴ്സിലുള്ളത്.